മേവറത്താണുള്ളത്. കൊല്ലം ബൈപ്പാസിൻ്റെ ഒരു എൻഡ് ടു എൻഡ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഡ്രൈവ് വീഡിയോ ആണ്, കൂടുതൽ വിശദമായിട്ടുള്ള കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. മേവറത്ത് വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളുടെ RE പാനൽ റേസിങ്ങും സോയിൽ കോമ്പാക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ഇപ്പോൾ സർവീസ് റോഡുകൾ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് പോകുന്നത്. മെയിൻ കാരേജ് വേ അല്പം താഴെയായിട്ടുമാണ് പാസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് 2 ദിശയിലേക്കുമുള്ളത് സർവീസ് റോഡ് വഴി ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. NS ഹോസ്പിറ്റലിന് മുന്നിലായി വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ദൂരത്തേക്കൊക്കെ സോയിൽ കോമ്പാക്ട് ചെയ്ത് ഫ്രിക്ഷൻ സ്ലാബുകളും സ്ഥാപിച്ചു തുടങ്ങിയതായി കാണാം. അണ്ടർപാസിന് ഇരുവശത്തേക്കും തൊട്ട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇതുവരെ സോയിൽ കോമ്പാക്ഷനോ RE പാനലിൻ്റെ റേസിങ്ങോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി ഗതാഗതം നിലവിൽ അനുവദിച്ചിരിക്കുന്നതായും കാണാം. ബൈപ്പാസ് എന്ന് പറയുന്നത് പലർക്കും അരോചകമായി തോന്നുന്നു എന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അത് അറിയാത്തത് കൊണ്ട് പറയുന്നതല്ല. നിലവിലെ സാഹചര്യത്തിൽ ബൈപ്പാസുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ അതാണ് മെയിൻ റോഡായി മാറുന്നതും പഴയ റോഡുകൾ പിന്നെ സ്റ്റേറ്റ് PWDക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ പൊതുവിൽ ബൈപ്പാസ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വടക്കേ ലാൻഡിങ്ങിലും ഫ്രിക്ഷൻ സ്ലാബ് റൈസ് ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തോട് ബൈപ്പാസിന് 2 ഭാഗങ്ങളിലായി മുറിച്ച് കിടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പാലങ്ങളുടെ നിലവിലെ മെയിൻ റോഡ് ഒഴികെയുള്ള ഭാഗങ്ങളിൽ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ തോട് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ബൈപ്പാസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള RE പാനൽ റേസിംഗ് ഒക്കെ വലതുവശത്ത് തുടങ്ങിയതായി കാണാം. എന്നാൽ പണികൾ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നില്ല എന്നാണ് അവിടുത്തെ പുല്ല് പിടിച്ച് നിൽക്കുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സർവീസ് റോഡുകളിൽ വരുന്ന പാലങ്ങളുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മെയിൻ കാരേജ് വേയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പണി ഒരൽപ്പം മന്ദഗതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വടക്കേ അപ്രോച്ചിലും RE പാനലിൻ്റെ റേസിങ്ങും സോയിൽ ഫില്ലിങ്ങും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചില സ്ഥലത്തൊക്കെ പുല്ല് പിടിച്ച് നിൽപ്പുണ്ട്. ഇതിനി പണികൾ മന്ദഗതിയിലായതിൻ്റെ ലക്ഷണമാണോ അതോ വേനൽ മഴയുടെ ബാക്കി പത്രമാണോ എന്നറിയില്ല. അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് മെയിൻ കാരേജ് വേയിലോട്ടുള്ളൊരു എൻട്രി ഇവിടെ ഫ്രണ്ടിലായി കാണാം. പാൽക്കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലായി ഉള്ള അണ്ടർപാസിനും തുടർന്നുള്ള റെയിൽവേ ക്രോസിങ്ങിന് ഓവർ ബ്രിഡ്ജിനുമൊക്കെ വേണ്ടിയുള്ള അപ്രോച്ച് റോഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെയിൽവേയുടെ ക്രോസിംഗ് വരുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ട്രാക്ക് ക്രോസ് ചെയ്ത് അത് സ്ഥാപിച്ചതായി കണ്ടില്ല. തൊട്ടു മുന്നിലായി കല്ലന്താഴം ജംഗ്ഷനിൽ വരുന്ന അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തെക്ക് വശത്തേക്കുള്ള അപ്രോച്ച് റോഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വടക്ക് വശത്ത് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികളും നടക്കുന്നുണ്ട്. NH 744 കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് ഈ ക്രോസ് ചെയ്യുന്നത്. അത് നിലവിൽ അണ്ടർപാസിന് ഉള്ളിൽ കൂടി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ട്രാഫിക്. അതേപോലെ തന്നെ മധുരയിൽ നിന്നും, അതായത് തിരുമംഗലത്ത് നിന്നും രാജപാളയം വരെയുള്ള ഏകദേശം 70 കിലോമീറ്ററോളം ദൂരത്തിൽ പണികൾ അവസാന ഘട്ടത്തിലാണ്. ആ ഒരു റീച്ചിലെ 4 ലൈനിങ് പ്രവൃത്തികൾ ഈ വർഷം അവസാനത്തോടുകൂടി കംപ്ലീറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ രാജപാളയം മുതൽ തെങ്കാശി വരെയുള്ള റീച്ചിൻ്റെ ടെൻഡറിങ് പ്രവൃത്തികളും നടന്നു വരികയാണ്. ഞാൻ ഒടുവിലായി വായിച്ച റിപ്പോർട്ട് പ്രകാരം NH 744 പുതിയ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കടമ്പാട്ട് കോണത്തു നിന്നായിരിക്കും. അവിടുന്ന് ഇടമൺ വരെയുള്ള ഉദ്ദേശം ഒരു 50 കിലോമീറ്ററോളം ദൂരം ഗ്രീൻഫീൽഡായി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൻ്റെ DPRനെ പറ്റി ഇപ്പോൾ ചില സംശയങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. കൂടുതൽ വ്യക്തത വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെയും തൊട്ടു മുന്നിലായി ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. അതൊരു സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്.
ഈ ഒരു ഭാഗത്തെല്ലാം മെയിൻ കാരേജയുടെ കൺസ്ട്രക്ഷൻ ഒരുപാട് മുന്നേ കഴിഞ്ഞതാണ്. 2 ദിശയിലേക്കുമുള്ള വാഹനങ്ങൾ ഈ ഒരു 3 ലൈനിൽ കൂടിയാണ് നിലവിൽ കടത്തിവിട്ടിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്ത് മങ്ങാട് പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അവസാനത്തെ ഒരു സെക്ഷൻ്റെ ഡെക്ക് കോൺക്രീറ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഗർഡറുകളെല്ലാം ലോഞ്ച് ചെയ്ത് ഗാൻട്രി ക്രെയിനിൻ്റെ ഡിസ്മാൻഡലിങ്ങും കഴിഞ്ഞ് യന്ത്രഭാഗങ്ങളെല്ലാം അഴിച്ചു വച്ചിരിക്കുന്നതായും കാണാം. രണ്ട് പാലങ്ങളും, അതായത് പുതിയ പാലവും പഴയ പാലവും കമ്പൈൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടവൂർ വരുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോയിൽ കോമ്പാക്ഷനും ആറി പാനലിൻ്റെ റേസിംഗും ഒക്കെ നടക്കുന്നത് കാരണം സർവീസ് റോഡ് വഴിയാണ് ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത്. എൻ്റെ വാഹനത്തിന് കടത്തിവിടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ ഡ്രൈവർ സുഹൃത്തിന് നന്ദി പറയുകയാണ്. കടവൂരിലെയും അണ്ടർപാസിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും NH66 ക്രോസ് ചെയ്യുന്നത് മറ്റൊരു ദേശീയപാതയാണ്. NH183 കൊല്ലം തേനി ഹൈവേ ആണ് ഈ ക്രോസ് ചെയ്യുന്നത്. കടവൂർ അണ്ടർപാസിൻ്റെ വടക്കേ അപ്രോച്ചിലും സോയിൽ കോമ്പാക്ഷനും ആറി പാനലിൻ്റെ റേസിംഗും ഒക്കെ നടന്നു വരികയാണ്. നീരാവിൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇടതുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ തന്നെയും കൺസ്ട്രക്ഷൻ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഡെക്ക് കോൺക്രീറ്റിംഗ് ഒക്കെ നടന്നിരിക്കുന്നതായി കാണാം.
പാലത്തിൻ്റെ വടക്കേ അപ്രോച്ചിലും അതേപോലെ തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6 വരിപ്പാതയിൽ കൂടി തന്നെയാണ് 2 വശത്തേക്കുള്ള ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ കൺസ്ട്രക്ഷൻ ഇനിയും പൂർത്തിയാവാനും ഉണ്ട്. ഇപ്പോൾ കുരീപ്പുഴ പാലത്തിലാണ് എത്തിയിരിക്കുന്നത്. കൊല്ലം ബൈപ്പാസിലെ പാലങ്ങളിൽ പണി ഏറ്റവും ലാഗായിരിക്കുന്നത് കുരീപ്പുഴ പാലത്തിലാണ്. ഇവിടെ ഇനിയും ഗർഡർ ലോഞ്ച് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അതിൻ്റെ പ്രവൃത്തികളെന്നാൽ നടന്നു വരികയുമാണ്. അങ്ങനെ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ എൻഡായ കാവനാട് എത്തിയിട്ടുണ്ട്. കാവനാട് വരുന്ന അണ്ടർപാസിൻ്റെ സ്ട്രക്ചർ നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറി പാനൽ റേസിങ്ങും മറ്റും വലതുവശത്തായി നടക്കുന്നത് കാണാം. ഈയൊരു ഡ്രൈവിൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം.